അച്ചടിച്ച് ഒരുമിച്ചാണ് വരിക, മെഷീനിൽ നിന്ന് വരിക. രണ്ടായി കൊടുത്താൽ വിതരണക്കാർ ഇപ്പോൾ അത് വിതരണം ചെയ്യില്ല, അവർക്ക് പറ്റില്ല ഇത് വെക്കാൻ. നിങ്ങളിൽ ചിലർ പത്രങ്ങൾ കൂടി നടത്തുന്ന മാനേജ്മെൻ്റ് ആണല്ലോ, അവിടെ അന്വേഷിച്ചാൽ അറിയും. ഒരുമിച്ചാണ് അച്ചടിക്കുക. അപ്പോൾ അച്ചടിച്ചിട്ടേ ഇല്ല, അച്ചടിക്കാത്തതാണ് സാങ്കേതികമായ കാരണം. ഇനി അത് പറയാനും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞങ്ങളുടെ ഒരു യൂണിറ്റിൽ പത്രം അച്ചടിക്കുന്നത് ഒരു സ്വകാര്യ പ്രസ്സിൽ നിന്നാണ്. ആ പ്രസ്സിൽ യന്ത്ര തകരാറുണ്ടായതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തൊട്ടടുത്ത ജില്ലയിലുള്ള യൂണിറ്റിലാണ് 2 യൂണിറ്റിലെയും പത്രം അച്ചടിക്കുന്നത്, ഒരുമിച്ച് അച്ചടിക്കുന്നത്. അപ്പോൾ സമയബന്ധിതമായ അച്ചടി പൂർത്തീകരിക്കുന്നതിലൊക്കെ ചില്ലറ വിഷമതകൾ ഞങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അച്ചടിക്കുന്ന സ്വകാര്യ പ്രസ്സിലും തകരാറ് പരിഹരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ച പതിപ്പ് തിങ്കളാഴ്ചയിലെ പത്രത്തിൻ്റെ ഒപ്പം കൊടുക്കാം, ഇന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതാണ് സാങ്കേതിക പ്രശ്നം. ഈ നാടകം എന്ന് പറഞ്ഞാൽ ഏത് നാടകമാണ്? നാടക നിരൂപണം എന്ന് പറഞ്ഞാൽ ഏത് നാടകത്തെക്കുറിച്ച്? അല്ല, അത് ഏത് നാടകത്തെക്കുറിച്ചാണ്? ഏത് നാടകത്തെക്കുറിച്ചാണ്? അപ്പോൾ നാടകമല്ല. അല്ല, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. VS-നെ കുറിച്ച് എന്നാണല്ലോ ആദ്യം വാർത്ത കൊടുത്തത്. VS ആദ്യ പേജാണ്. ഞായറാഴ്ച പതിപ്പിൻ്റെ 4 പേജുള്ള ഞായറാഴ്ച പതിപ്പിൻ്റെ ആദ്യ പേജിലാണ് സഖാവ് KV സുധാകരൻ്റെ അനുസ്മരണ ലേഖനമുള്ളത്. VS-ൻ്റെ മനോഹരമായ ഛായാചിത്രവും മറ്റ് 2 ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആദ്യ പേജാണ്. ഒരു പേജ് മുഴുവനാണ്. അവസാന പേജും VS തന്നെയാണ്, മറ്റ് ചില ചിത്രങ്ങളൊക്കെ ആയിട്ട്. അതായത് സാധാരണ നിലയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യ ചരമദിനത്തിന് VS-നെ പോലെ ഒരാളെ, ദേശാഭിമാനി പോലെ ഒരു പത്രം ആ നിലയിലാണല്ലോ. അപ്പോൾ ഒരു പേജ് മാത്രമായിരിക്കില്ലല്ലോ, അങ്ങനെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹമാണ്. നിങ്ങളോട് പറഞ്ഞ ആളുകളെ നിങ്ങൾ ദയവായി തിരുത്തുക, അല്ലെങ്കിൽ അച്ചടിച്ച പത്രം അവരോട് ചോദിക്കുക. ഈ പത്രത്തിൻ്റെ മാറ്ററെല്ലാം ഇപ്പോൾ സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അച്ചടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നത് ശരിയല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രചരിക്കുന്നതെല്ലാം വാസ്തവമില്ലാത്ത കാര്യമാണ്. പത്രം അച്ചടിച്ചിട്ടില്ല, അച്ചടിക്കാതിരുന്നത് നേരത്തെ പറഞ്ഞ തടസ്സം കൊണ്ടാണ്. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുമായിരുന്ന കാര്യങ്ങളാണ്. VS-നെ ഇതിലേക്ക് വലിച്ചടിച്ചത് അനുചിതമായി പോയി, അത് തീർത്തും തെറ്റായിപ്പോയി. നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ഈ കാര്യം ചോദിക്കണം, ഉറപ്പുവരുത്തണം. അതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ സമയത്ത് മറിച്ചെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിവരം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാൽ ഇപ്പോൾ ഞാനും ബോധ്യപ്പെടാം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത്? ഏതേ VS-ന്റെ വിഷയം വിട്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു. VS-ന്റെ നോ അങ്ങനെയല്ല. ഇന്ന് ആദ്യം വന്ന വാർത്ത VS-ന്റെ അനുസ്മരണം ഒഴിവാക്കി അതിനു വേണ്ടിയെന്നാണ്. എത്ര ഹീനമായ ഒരു പ്രചരണമാണ്. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറകോട്ട് പോയോ? പറയൂ. ഞാൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്. ഞങ്ങളുടെ ചാനൽ അങ്ങനെ ഒരു വാർത്തയല്ല കൊടുത്തത്, പകരം കള്ളൻ വിജയ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പത്രത്തിൽ ഇല്ലായിരുന്നു എന്നാണ്? ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, നിങ്ങളുടെ പത്രമാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ചാനലാണോ കൊടുത്തതെന്ന് അറിയില്ല. പല ചാനലുകളിലും വന്നതാണ് ഞാൻ പറഞ്ഞത്.